ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലം വെറൈറ്റി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ, മുട്ട ചട്ടിപ്പത്തിരി. അപ്പോൾ കഴിഞ്ഞ വർഷം നോമ്പിന് നമ്മൾ ഓൾറെഡി ചിക്കൻ ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാം കേട്ടോ. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എണ്ണ കുറവുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ടേസ്റ്റ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചട്ടിപ്പത്തിരിയിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഞാൻ രണ്ടും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിന് മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം സാധാരണ നമ്മളൊരു ഫില്ലിങ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഓരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുത്ത് അങ്ങനെയൊക്കെ ടൈം കളയണ്ടേ. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റി സോഫ്റ്റാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ. വെള്ളം വരുന്ന ആ ഒരു ടെക്സ്റ്റിലൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒതുങ്ങി കിട്ടിയ ചെറിയ രീതിക്ക് സവാള നമുക്ക് കടിക്കാൻ കിട്ടണം. നമ്മുടെ പഫ്സിൻ്റെ ഒക്കെ ഫില്ലിംഗ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മതി കേട്ടോ. ഇതിൽ ഓവറാക്കി എടുക്കണ്ട, ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ എരിവുള്ള തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തോ വീഡിയോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും പൊടികളെ നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവർ ഒരു 2-3 മിനിറ്റ് എന്തായാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം, അല്ലാതെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ലാസ്റ്റ് ഒരു 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാളയൊക്കെ ചെറിയൊരു ഡ്രൈ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പഫ്സിൻ്റെ ഫില്ലിംഗ് അറിയാമല്ലോ, ചെറിയൊരു നനവോട് കൂടിയുള്ളൊരു വെറ്റ് ടൈപ്പ് ഫില്ലിംഗ് അല്ലേ, ആ ഒരു രീതിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഓവർ ഡ്രൈ ആവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിക്ക് ഒന്ന് വറ്റി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അത്രമാത്രം വറ്റാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായി ഈ ഒരു രീതിക്കാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യണേ, ആവശ്യത്തിനനുസരിച്ച് വേണമെന്നുണ്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡിയായി. സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഇനി നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സെയിം കപ്പ് അളവ് തന്നെ, അതായത് 1.5 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഇട്ട് കേട്ടോ, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് മൈദയാണ്. അപ്പോൾ 1.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ അളവ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില പൊടിയിൽ മൈദയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. കുറച്ചൊരു 1-2 സ്പൂണൊക്കെ അധികം വേണ്ടി വരും. അത് നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്ക് വേണം. നമ്മൾ നോർമലി മൈദ ദോശ ചുട്ടെടുക്കുന്നില്ല, ആ ഒരു രീതിക്ക് തന്നെ അത്രമാത്രം. അപ്പോൾ ഞാനിവിടെ ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. വേറെ എണ്ണ കാര്യങ്ങളൊന്നും ഇതിൽ തടവി കൊടുക്കേണ്ടയില്ല. ഇപ്പം ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഓരോരോ സ്പൂണായിട്ട് മാവ് ഇതുപോലെ ഒന്നോ എത്രയാണോ നിങ്ങൾക്ക് തിക്നെസ് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാവരും ചുടുന്ന തന്നെയാണല്ലോ. പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ എണ്ണ തടവിയിട്ട് തിരിച്ചു മറിച്ച് ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇളകി വരും, പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചുടുന്നതാണെങ്കിൽ.
അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതുപോലെ മുകൾ ഭാഗം ആറി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം, ഞാൻ ഉദ്ദേശിച്ച ഫ്ലെയിം എന്ന് പറയുന്ന ഓവർ ലോ അല്ല കേട്ടോ, ലോൻ്റെയും കുറച്ച് മുകളിലായിട്ട്, അതായത് ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ടുള്ള ഫ്ലെയിമിൽ വേണേൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ എങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദോശ റെഡി ആയിക്കട്ടെ, ഇനി ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ മൊത്തത്തിൽ. വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന അളവ് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ്, അതായത് ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാനിൻ്റെ വട്ടത്തിന്, അതായത് ആ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ദോശ വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതന്നെ ഇതുപോലെ മൊത്തത്തിൽ ചുട്ടെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ പത്തിരി മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവിൽ ചിലപ്പം കൂടാം ചിലപ്പം കുറയാം, അത് നിങ്ങൾ എടുക്കുന്ന ദോശയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഈ മുട്ടയും പാലും ഒക്കെ കൂടി എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് നമുക്കിനി ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുട്ട മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫില്ലിങ്ങും ദോശയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത്, ഇതുപോലത്തെ പോളയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിൽ നല്ലപോലെ ഒന്ന് ഗീ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. നമ്മുടെ നെയ്യില്ലേ, RKG മിൽമ അങ്ങനത്തെ ഏതെങ്കിലും ഫ്ലേവറുള്ള നെയ്യ് നോക്കിയിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക. സൈഡിലും മിഡിലൊക്കെ കൂടിയിട്ട് ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഓരോരോ പത്തിരി, അതായത് ദോശ എടുക്കുക. നമ്മുടെ നേരത്തെ മുട്ടയുടെ മിക്സിൽ നല്ലപോലെ മുക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മുട്ടയിൽ കോട്ടായി കിട്ടണേ. എന്നിട്ട് ഇതുപോലെ പാൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, എൻ്റെത് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് ഈ ഒരു പാൻ്റെ സെയിം അളവിലുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയറായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് കുത്തി നിറച്ചിട്ട് ഓരോ ലെയറിലും വെക്കണ്ട, കുറച്ച് മാത്രം വെച്ചാൽ മതി. കാരണം ടോട്ടൽ എല്ലാ ലെയറിലും കുറച്ച് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവർ സൈഡിലാക്കിയിട്ട് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ചേക്ക്. കാരണം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും സൈഡിലായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു ഫിനിഷിങ് ഇല്ലാതെ ആയിപ്പോവും. സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് സെറ്റായി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് മുട്ട നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ചുറ്റോടായിട്ട് ഒരു റൗണ്ടായിട്ട് ആ രീതിക്ക് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ 5 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ വേണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് മുട്ട വേണമെങ്കിൽ ആ ഒരു ചട്ടിപ്പത്തിരി പെർഫെക്റ്റ് ആവും. കാരണം നമ്മളിതിൽ ചിക്കനോ ബീഫോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത ദോശ എടുക്കുക. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടോ. മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക, വെച്ച് കൊടുക്കുക, പിന്നെ മസാല വെക്കുക, പിന്നെ മുട്ട വെക്കുക. ഇതന്നെ കണ്ടിന്യൂ ആയിട്ട് എത്രത്തോളം നിങ്ങളുടെ ഫില്ലിംഗ് ഒക്കെ എത്തുന്നത് അതുവരെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നോമ്പിന് ഞാൻ ചിക്കൻ ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പരത്തി ചുട്ടെടുത്തിട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പിയാണ് അത്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള വേർഷനാണ് ഈ ഒരു മുട്ട ചട്ടിപ്പത്തിരി. കാരണം ഇത് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഡോ കൊണ്ട് ചുട്ടെടുത്ത് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതാണോ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ലെയർ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ദോശ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ദോശയിലും നന്നായിട്ട് മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്തതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കണേ പാനിൽ. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ആ ഒരു ദോശയും കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എൻ്റെ ഇപ്പോൾ ദോശയൊക്കെ കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു പാനിലുള്ളത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്കി മുട്ടയുടെ മിക്സ് എന്തായാലും വരും കേട്ടോ. ആ ഒരു ബാക്കി വരുന്നത് നിങ്ങൾ ഇതുപോലെ സൈഡ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സൈഡൊക്കെ ഒന്ന് കവറാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് മുട്ട ഇതുപോലെ ബാക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്ക് സൈഡൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക, എന്നിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി.
അപ്പോൾ ഇതാ ഞാനിതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു അടിയിലെ പാനും മുകളിലെ പാനും ഒക്കെ ഒന്ന് മൊത്തത്തിൽ ചൂടാക്കി എടുക്കും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്. അതിനുശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റ് എന്തായാലും കുക്ക് വേണം കേട്ടോ. എന്തായാലും ചുരുങ്ങിയത് ഒരു 25 മിനിറ്റ് ഒക്കെ വെക്കുക. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞിട്ടും കൂടിയും കിട്ടും കേട്ടോ. കളറൊക്കെ ഒന്ന് മാറിയിട്ട്. അല്ലാതെ വേവാനും ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് 22 മിനിറ്റ് കൊണ്ടൊക്കെ വേവും. പക്ഷേ ആ ഒരു മുരിഞ്ഞ ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ കുറച്ചൊരു അധികം ടൈം നമ്മൾ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക, പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം കറക്റ്റ് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ലേ, ചെറിയൊരു ഗ്യാപ്പ് വന്ന കണ്ടില്ലേ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അഥവാ ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും തന്നെ സൈഡൊന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിച്ചതിന് ശേഷം നമുക്കിതൊരു വേറെ പാനിലേക്ക് തട്ടിക്കൊടുക്കണം. അപ്പോൾ ഒരു പാന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലും നന്നായിട്ടൊന്ന് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളറ് വേണ്ട, ഇത്രയും മൊരിയേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് മൊരിച്ചെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ദോശ പോലെ ചുട്ടിട്ട് ചെയ്തിട്ടുള്ള ചട്ടിപ്പത്തിരി അല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് മൊരിഞ്ഞാലാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ തിരിച്ചിട്ട സൈഡ് ഒരു 3-4 മിനിറ്റ് ആ ഒരു സൈഡും കൂടി ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കളർ മാറ്റിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ആയിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ല, ഒട്ടും തന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ റെഡി ആയിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, അടിപൊളിയായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഉള്ളത് കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ അടിക്ക് പിടിച്ചതെന്ന് കരുതണ്ട. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ ഒരു രീതിക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണ കൂടുതലില്ലാതെ നല്ല മസ്താവാതൊരു കടിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്